എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ മാർച്ച് 11 കേരളത്തിലൊരു വിവാഹം നടന്നിരുന്നു. ആ വിവാഹത്തിന് നേതൃത്വം നൽകിയത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, അതുപോലെ തന്നെ CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി, കൂടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയൊക്കെയായിരുന്നു നേതൃത്വം നൽകിയിരുന്നത്. ആ വിവാഹത്തിനിട്ടിരുന്ന പേരായിരുന്നു ദ റിയൽ കേരള സ്റ്റോറി. ഒട്ടുമിക്ക ചാനലുകളും ആ വിവാഹം ലൈവായിട്ട് സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു. ആഘോഷിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ ആ വിവാഹത്തെ. ആ വിവാഹം വേറെ ആരുടെ അല്ലായിരുന്നു, പ്രയാഗ്രാജ് കുംഭമേളയിലെ മുത്തുമാല വിറ്റ് നടന്നിരുന്ന വൈറൽ താരമായ മൊണാലിസയുടെ വിവാഹമായിരുന്നു ഈ കഴിഞ്ഞ മാർച്ച് 11 കേരളത്തിൽ നടന്നിരുന്നത്. ദ റിയൽ കേരള സ്റ്റോറി എന്ന പേരിട്ട് നടത്തിയ ആ വിവാഹം. വരൻ മഹാരാഷ്ട്ര സ്വദേശിയായ ഫർമാൻ ഖാനുമായിരുന്നു. അദ്ദേഹം ഒരു ഫിലിം സ്റ്റാറാന്നൊക്കെ പറയണ്ട്. അദ്ദേഹവുമായിട്ടായിരുന്നു വിവാഹം. ഇവർ രണ്ടുപേരും തിരുവനന്തപുരം ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ വന്ന് തങ്ങളുടെ വിവാഹം നടത്തി തരണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും തന്നെ നമ്മളുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇടപെടുകയും മൊണാലിസയുടെ ആങ്ങളമാരായി നിന്നുകൊണ്ട് വിവാഹം നടത്തിക്കൊടുത്തു. നല്ല കാര്യം. എന്നിട്ട് വലിയ ഗംഭീരമായിട്ട് വാചകടിക്കുകയൊക്കെ ചെയ്തിരുന്നത് ദ റിയൽ കേരള സ്റ്റോറിയാണ്. രാജ്യത്തിന്റെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എവിടെ പോയി കഴിഞ്ഞാലും ഇവർക്ക് അഭയം കിട്ടില്ല, അതുകൊണ്ടാണ് അവർ കേരളത്തിലേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഭീരമായിട്ട് എല്ലാവരും ചാനലുകൾ വന്നിട്ട് ഗംഭീരമായ സംസാരവും ഈ വിവാഹത്തിന് ദ റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പേരിട്ട്. പക്ഷെ ഇപ്പൊ ദ റിയൽ കേരള സ്റ്റോറി പുലിവാൽ കല്യാണമായിട്ടുണ്ട്. കാരണം ദേശീയ പട്ടികവർഗ കമ്മീഷൻ അവരുടെ അന്വേഷണത്തിൽ വിവാഹ സമയത്ത് മൊണാലിസയ്ക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ള കാര്യം കണ്ടെത്തി. അവർക്ക് 16 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, 18 വയസ്സായിട്ടില്ല. 16 വയസ്സും 2 മാസം 3 മാസം അങ്ങനെ എന്തോ വയസ്സേ ആയിട്ടുള്ളൂ വിവാഹ സമയത്ത്. അതുകൊണ്ട് വിവാഹം കഴിച്ച ഫർമാൻ ഖാനെതിരെ മധ്യപ്രദേശ് പോലീസ് പോക്സോ കേസ് എടുത്തിട്ടുണ്ട്. പോരല്ലോ, ഇനിയിപ്പോ വിവാഹത്തിന് നേതൃത്വം നൽകിയ ആങ്ങളമാർക്കെതിരെയും കേസുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ വിവാഹത്തിന് മുഖ്യ കാർമ്മികത്വം നൽകിയ കർമ്മിക്കെതിരെയും കേസുണ്ടാവുമല്ലോ, പോക്സോ കേസ് ഉണ്ടായിരിക്കുമല്ലോ. ഇവര് വലിയ കാര്യത്തിലായിരുന്നു കൊട്ടിഘോഷിച്ചിരുന്നത്. രാജ്യത്തെ ഒരു സ്റ്റേറ്റിലും പോയാലും ഇങ്ങനെ ഒരു സംരക്ഷണം കിട്ടില്ല, അതുകൊണ്ടാണ് കേരളത്തിൽ വന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ വലിയ കൊട്ടിഘോഷിച്ചത്. ഇതല്ല സംഭവം. രാജ്യത്തെ ഏത് സ്റ്റേറ്റിൽ പോയാലും അവിടത്തുള്ള രാഷ്ട്രീയക്കാർ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോ തിരുവനന്തപുരം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആ പോലീസുകാരുടെ കാർമ്മികത്തിൽ അവരാണ് ഈ വിവാഹത്തിനൊക്കെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നോക്കിയേനെ ഈ ജനന സർട്ടിഫിക്കറ്റ് തിരുത്തിയതാണോ, ഒറിജിനൽ ആണോ, ഇവർക്ക് പ്രായപൂർത്തിയായതാണോ എന്നൊക്കെ അവർ നോക്കിയേനെ. അതിനൊന്നും ഇട കൊടുക്കാതെയാണ് ഇവര് ആങ്ങളന്മാരായിട്ട് കുറെ ആൾക്കാരെ ഇടപെട്ടിട്ട് കല്യാണം നടത്തി കൊടുത്തത്. രാജ്യത്തിന്റെ മറ്റേത് സ്റ്റേറ്റിൽ പോയാലും ശരി, അവര് ഈ ജനന സർട്ടിഫിക്കറ്റും ആധാർ കാർഡും ഒക്കെ ചെക്ക് ചെയ്യും. ഇവിടത്തെ ആങ്ങളമാര് ചെക്ക് ചെയ്തത് 2 കാര്യങ്ങളാണ്. ഏത് സ്റ്റേറ്റിൽ നിന്നാ വരണേ എന്ന് നോക്കി. സംഖ്യയുള്ള സ്റ്റേറ്റില് 2 പേരുടെ പേര് നോക്കി. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ കല്യാണം നടത്തി കൊടുക്കണം. അല്ലാതെ ഈ ആങ്ങളമാര് ബർത്ത് സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് തിരുത്തിയോന്നോ, ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തിയതാണോ, വ്യാജമാണോ എന്നൊന്നും നോക്കിയില്ല. ഈ ആങ്ങളമാര് നോക്കി ഈ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഏത് സ്റ്റേറ്റിൽ നിന്ന് വരണം, 2 പേരുടെയും പേര്, ഇത്ര മാത്രമേ നോക്കിയുള്ളൂ. എന്നിട്ട് ഗംഭീരമായിട്ട് ദ റിയൽ കേരള സ്റ്റോറി എന്നുള്ള പേര് ഇട്ടു. അതൊന്നും വേണ്ട, ഇത് ഇത്രയും വൈറലാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവർ തീർച്ചയായിട്ടും പോലീസുകാർ നിയമപരമായിട്ടുള്ള അതിന്റെ എല്ലാ കാര്യങ്ങളും നീക്കി കല്യാണം നടത്തുക, അവർക്ക് പ്രായപൂർത്തിയായിട്ടില്ലെങ്കിൽ ആ പെൺകുട്ടിയെ തിരിച്ച് രക്ഷിതാക്കളുടെ ഒപ്പം പറഞ്ഞുവിടുകയൊക്കെ ചെയ്തേനെ. പക്ഷെ അതിനൊന്നും ഇട കൊടുക്കാതെയാണ് ഇവർ ചാടിക്കേറി ഇങ്ങനെ എത്തിയത്. എന്തായാലും ശരി, ഈ കല്യാണം നടത്തി മുൻകൈയെടുത്ത ആങ്ങളമാരോടൊരു കാര്യം പറയാനുള്ളത്, കേരള പോലീസിന്റെ ഇടി പോലെ ആവില്ല മധ്യപ്രദേശ് പോലീസുകാരുടെ ഇടി. അത് സൂക്ഷിച്ചാൽ നല്ലത്. എന്തായാലും ഈ കല്യാണം നടത്താനൊക്കെ മുൻകൈ എടുത്ത ആങ്ങളമാര് മുട്ടിക്കുളങ്ങരയും അതുപോലെ തന്നെ നമ്മളെ ഇവിടെ കോട്ടയ്ക്കലൊക്കെ ഒന്ന് പോയിട്ട് ശരീരമൊക്കെ ഒന്ന് ഒഴിഞ്ഞ്
ഒന്ന് റെഡിയായി വെക്കുക. നിങ്ങൾക്കെതിരെ പോക്സോ കേസ് വരും, ചിലപ്പോൾ മധ്യപ്രദേശ് പോലീസൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കേരള പോലീസിൻ്റെ നിന്ന് കിട്ടണ പരിഗണനയൊന്നും ചിലപ്പോൾ മധ്യപ്രദേശ് പോലീസിന് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങളൊന്ന് ചെയ്തു വെക്കുക. എന്തായാലും ശരി, ദ റിയൽ കേരള സ്റ്റോറി പുലിവാൽ കല്യാണമായി എന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാവർക്കും നമസ്കാരം.